ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണുള്ളത്. ആറുമുളകളിലായി വിഗ്രഹം കൊണ്ടുവന്ന സ്ഥലമാണ് അങ്ങനെ ആറന്മുള എന്ന് പേര് വന്നത്. അപ്പോൾ ഇന്ന് ആറന്മുള വള്ളസദ്യ കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആറന്മുള വള്ളസദ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം 45ലധികം വിഭവങ്ങളുള്ള ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഈ പുഴയിൽ കാണുന്ന പള്ളിയോടമാണ്. അപ്പോൾ നമുക്ക് ഈ ആറന്മുള സദ്യയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ആയിട്ട് വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് വരാം. ഈ കാണുന്നത് പമ്പാ നദിയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പം തന്നെ ചുറ്റും വാൽക്കണ്ണാടിയുടെ ഒരു സ്ഥലമാണ് ശരിക്കും. ആറന്മുള വാൽക്കണ്ണാടി വളരെ പ്രശസ്തമാണ്, ലോക പ്രശസ്തമാണ്. അത്രയും ഇതിൻ്റെ മുന്നിൽ തന്നെ പൂജക്കുള്ള ശരിക്കും പറഞ്ഞാൽ പല വഴിപാടുകൾക്കുള്ള പല സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഒരു നല്ല സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷമാണ് പ്രദേശം മുഴുവൻ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചകളിലേക്കായി. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു തലയുയർത്തി നിൽപ്പ് ഏകദേശം 18ഓളം പടികൾ ഉയർന്ന് കയറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കിയതാരാണെന്ന് ചോദിച്ചാൽ അർജുനനാണ് ക്ഷേത്രം ശരിക്കും ഉണ്ടാക്കിയത്. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കർണനെ വധിച്ച് ദോഷം തീർക്കാനായി അർജുനൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെങ്ങന്നൂരിന് സമീപത്തുള്ള പാണ്ഡവ പ്രതിഷ്ഠകൾ ഒന്നാണിത്. പാർത്ഥസാരഥിയായ അർജുനന്റെ സാരഥിയായ ശ്രീകൃഷ്ണന്റെ പ്രധാന പ്രതിഷ്ഠ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. ആ ഭാവത്തിലാണ് ഈ വലിയ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, പ്രസിദ്ധമായ വള്ളസദ്യ. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ശബരിമല തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നാണ് ഇത്. ഈ കാണുന്നത് ബലരാമ പ്രതിഷ്ഠയാണ്. കുറച്ച് താഴ്ന്നിട്ടാണ് അതുള്ളത്. അപ്പം നമ്മൾ നേരെ വള്ളസദ്യേൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇ പാസ്സാണ്, ഓൺലൈനിൽ എടുത്ത പാസ്സാണ്. അപ്പോൾ വള്ളസദ്യക്ക് മുന്നോടിയായി നമ്മൾക്ക് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ ഒരുപാട് തൊടുകറികളോട് വിളമ്പുന്നുണ്ട്. ഏകദേശം 45ഓളം വിഭവങ്ങളാണ് ഇന്നുള്ളതെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഈ സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ കുറേ കാലങ്ങളായിട്ട് കാത്തു നിൽക്കുന്നതാണ്. ഇന്നാണ് ഒരു മുഹൂർത്തം വന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ നാട്ടുകാരുടെ പെരുമാറ്റമാണ്. വളരെ പതിഞ്ഞ സ്വരത്തിലുള്ള നാട്ടുകാരാണ്. ഇത് അവിടുത്തെ കാറ്ററിംഗ് ആണ്. അമ്മ ഒരു രക്ഷയുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവരെല്ലാം നല്ല പെരുമാറ്റം തന്നെയാണ്. അപ്പോൾ സദ്യ തുടങ്ങുന്നതിന് മുന്നേ അവർ അതിൻ്റെ ഒരുക്കങ്ങളാണ്. ഏകദേശം 4ഓളം പായസവും അതുപോലെ 45 കൂട്ടങ്ങൾ കറിയും തൊടുകറിയും ഒക്കെയായി നല്ലൊരു വിഭവം തന്നെയായിരുന്നു എല്ലാം എന്നെടുത്ത് പറയണം. അപ്പോൾ സദ്യ നമുക്ക് വിളമ്പുന്ന അമ്മ ടീമിലെ 2 അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. തന്നെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ അടുത്ത വീട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ തന്നെ ഇവിടെ തന്നെ വർക്ക് ചെയ്യും. പിന്നെ വള്ളസദ്യ ഉള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ ആയിരിക്കും. 1 മാസം 2 മാസം അല്ല, ഏകദേശം 2 മാസം അടുപ്പിച്ചില്ല അല്ലേ? 2 മാസം കറക്റ്റ് 2 മാസം 3 മാസം ഈ പക്ഷേ നേരത്തെ വള്ളസദ്യ തുടങ്ങിയതല്ല. അതായത് ജൂലൈ 19 തുടങ്ങിയത് സെപ്റ്റംബർ വരെയുണ്ടല്ലേ? സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് നവംബർ കഴിഞ്ഞ വർഷമല്ല. അപ്പോൾ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഓരോരോ ഭാഗത്ത് സെറ്റാക്കിക്കൊണ്ടേയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂപ്പൺ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മളെ ബുക്ക് ചെയ്തതിൻ്റെ സംഭവം കാണിച്ചു. അവിടുന്ന് കൂപ്പൺ കിട്ടി. അപ്പോൾ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം 12:30 നമ്മൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങൾ അവിടെ അമ്പലത്തിൽ അതെല്ലാം നടക്കുന്നുള്ളത് നോക്കണം. അതുകൊണ്ട് പോകാം. അമ്പലത്തിലെ ചടങ്ങുകൾ വളരെ രസകരമായ ചടങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വന്ന എനിക്കതൊരു പുതുമയുള്ള ചടങ്ങ് തന്നെയാണ്. ഇവിടെ എങ്ങും ഭക്തിമയം തന്നെയാണ്. ശരിക്കും എല്ലാവരും ആ ആചാര അനുഷ്ഠാനങ്ങൾ, പഴയ ആചാര പെരുമ ഇന്നും നിലനിർത്തി പോകുന്ന ഒരു അമ്പലം തന്നെയാണ്. ഇന്നും ആ ശരിക്കും പറഞ്ഞാൽ ആറന്മുളക്കാരുടെ ഉത്സവം തന്നെയാണ്. ആറന്മുളക്കാർ അത്രയേറെ ശരിക്കും 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ശരിക്കും വള്ളസദ്യ ശരിക്കും കേരളക്കാരായ നമ്മ എല്ലാവരും കഴിച്ചിരിക്കണമെന്ന് ഞാൻ പറയും. ഇതെല്ലാവരും കാത്തു നിൽക്കുന്നത് ഈ ഓടങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. വഞ്ചിപ്പാട്ടോട് കൂടിയിട്ട് വരും. അതിനുവേണ്ടി കാത്തു നിൽക്കുന്നതാണ്. അപ്പോൾ ഇവർ വഞ്ചിക്ക് വരുമ്പോൾ നമുക്ക് പഴയ ഉദയ സിനിമയിലൊക്കെയുള്ള ആ ഒരു പ്രതീതി എനിക്ക് തോന്നിയത്. പണ്ട് കാലത്ത് നമ്മൾ കണ്ട സിനിമ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. ആ ഒരു ഒറിജിനാലിറ്റി, ആ വെള്ള പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്ന രീതി, അവരാ ഒരു ഭക്തിമയം വലിയൊരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിരിക്കണം. നമ്മൾ കേരളക്കാരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വള്ളസദ്യക്ക് പിന്നിലുള്ള ഒരു കഥയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. വെള്ളസദ്യയുടെ ചരിത്രം, മങ്ങാട്ട് ഭട്ടതിരിയുടെ ഐതിഹ്യം, പള്ളിയോട കരകൾ, വഞ്ചിപ്പാട്ട് പാരമ്പര്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാങ്ങാട്ട് ഭട്ടതിരിയുടെ കഥയിൽ നിന്നാണ് വിരുന്നിന്റെ ചരിത്രം ശരിക്കും പറഞ്ഞത്. തിരുവോണ നാളിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകിയ ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന പതിവ് മങ്ങാട്ട് ഭട്ടതിരിക്ക് ഉണ്ടായിരുന്നു. ഒരിക്കൽ അതിഥികൾ എത്താതിരുന്നപ്പോൾ ഭട്ടതിരി വിഷമിക്കുകയും അന്ന് ഒരു ബാലന്റെ രൂപത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ എത്തുകയും ചെയ്തു. കാട്ടൂരിലെ തൻ്റെ സ്ഥലത്ത് നിന്ന് ആറന്മുളയിലേക്ക് ഓണവിഭവങ്ങൾ എത്തിക്കാനും അവിടെ സന്നിഹിതനായ ഭഗവാനെ തൃപ്തിപ്പെടുത്താനും
പിന്നീട് ഭഗവാൻ ഭട്ടതിരിയുടെ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. ഇതിന്റെ സ്മരണയ്ക്കായിട്ടാണ് വള്ളസദ്യ ആരംഭിച്ചത്. കർക്കിടകം 15 മുതൽ കന്നി 15 വരെയുള്ള മാസങ്ങളിലാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വള്ളസദ്യ വഴിപാട് നടത്തുന്നത്. ഇക്കുറി വളരെ നേരത്തെ തന്നെ തുടങ്ങി. അതാണ് വേറൊരു ഭാഗ്യം. വഴിപാട് നടത്തുന്നവർ പമ്പാ നദിയിലൂടെ പള്ളിയോടങ്ങളിൽ വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്നു. കുചേലവൃത്തം, നളചരിതം തുടങ്ങിയ പ്രസിദ്ധ വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് തുഴച്ചിൽക്കാരും ഭക്തരും ക്ഷേത്രത്തിലേക്ക് ആനയിക്കപ്പെടുന്നത്. സദ്യ കഴിക്കുമ്പോൾ ആവശ്യമായ വിഭവങ്ങൾ വഞ്ചിപ്പാട്ടിലൂടെ പാടി ചോദിച്ചു വാങ്ങി കഴിക്കുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഒരു വഞ്ചി കണ്ടു, ഞാൻ വെറുതെ അതിനകത്ത് കയറി ഇരുന്ന് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവരൊന്ന് കയറി ഇരുന്ന് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു വഞ്ചി വരുന്നുണ്ട്. നമ്മൾ അന്ന് പോയ സമയത്ത് 3 വഞ്ചിയാണ് വന്നത്. ശരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ 10, 12, 13 വഞ്ചികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ശരിക്കും തിരക്കില്ലാതെ കുറച്ചൊരു തിരക്ക് കുറഞ്ഞ് നല്ല രീതിയിൽ ഒരു ഇതാവണമെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു തിങ്കൾ തൊട്ട് വെള്ളി വരെയാണ് ശരിക്കും നല്ലൊരു ബെസ്റ്റ് ടൈം. മറ്റുള്ള ദിവസങ്ങൾ തിരക്കുണ്ടാവും. പിന്നെ ശരിക്ക് ഈ ഓൺലൈനിൽ അല്ലാണ്ട് പാസും അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് കിട്ടാനൊരു ഭാഗ്യം വേണം. അപ്പോൾ നമ്മൾക്ക് അതിന് ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ പോയത് കൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയൊന്നും ഉണ്ടായില്ല. എന്തായാലും ഇത് ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇതൊരു ഫോട്ടോ പോയിന്റ് തന്നെയാണ്. എത്ര വീഡിയോ എടുത്താലും നമ്മൾ മതിയാവില്ല. അത്രയും നല്ലൊരു ലൊക്കേഷനാണ്. ശരിക്കും പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു രീതി, അതുപോലെ ശ്രീകൃഷ്ണൻ ഇവരെ കൂടെ ഈ തോണിയിൽ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഭക്ഷണശാലയിലെത്തി നല്ല തിരക്കായിരുന്നു. നമ്മളെ നമ്പർ നോക്കി നമ്മൾ കയറി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏകദേശം ഞാൻ പറഞ്ഞില്ല 45ഓളമാണ് മൊത്തം വിഭവം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ തൊടുകറികളൊക്കെ ഉണ്ട്. അവരെ വിസിറ്റിംഗ് കാർഡും ഉണ്ട്. അതുപോലെ 3ഓളം പപ്പടങ്ങളുണ്ട്. പപ്പടം കൂട്ടി കഴിക്കാനുള്ള പായസങ്ങളൊക്കെ ആയിരിക്കാം എന്ന് കരുതി. എല്ലാം ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയപ്പം, പരിപ്പ് വട, എള്ളുണ്ട, അതുപോലെ തന്നെ കരിമ്പിൻ കഷ്ണം, ഇലയടാൻ്റെ കഷ്ണമുണ്ട്, അവിലുണ്ട്, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട്. നമ്മൾക്കതൊരു വലിയൊരു സന്തോഷമായി ഇതിൻ്റെ മുന്നിലിരിക്കുമ്പോൾ. നമ്മൾ ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്നത് മാത്രമല്ല, ഇത് ഏറ്റവും വലിയ കഴിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ടേ കാണുന്നുള്ളൂ. ഇതെല്ലാം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ശരിക്കും കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വഞ്ചിപ്പാട്ടുണ്ട്. നമുക്ക് അത് താളത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അത് എല്ലാവരും നല്ല ആസ്വദിച്ചിട്ട് കഴിക്കുന്നുള്ള രീതിയാണ്. അപ്പം ഓരോരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വരും വഴിക്ക് വഴി, അതിനനുസരിച്ച് വഞ്ചിപ്പാട്ട് ഉണ്ടാവും. അപ്പോൾ അതൊരു വേറെ തന്നെ ഫീലിംഗ് ആണ്. അപ്പോൾ ഇതിനിപ്പോൾ ഓരോരോ സാധനങ്ങൾ, അത് സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു എന്തോ സാധനമാണ് കുടിക്കുന്നത് വെച്ച് ഞാനും വായലാക്കി. അപ്പോൾ കൈ കഴുകാനുള്ള വെള്ളമാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഊണിന് ആദ്യം തന്നെ നമുക്ക് ഊണ് വരുന്ന ഒരു സെക്ഷൻ എത്തി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു അരവണ പായസം പോലെ കണ്ടു. അത് ഇനി ഊണായിരിക്കും പ്രതീക്ഷിക്കാനിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഊണ് വരാനുള്ള സമയമായി, ബാക്കിയെല്ലാം ഉണ്ടല്ലോ എന്നുള്ള കരുതലാണ്. അപ്പോൾ ചോറ് ഇങ്ങനെ വരുന്ന പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നിവേദ്യ ചോറ് പോലെ ഒരു സംഭവം വന്നു. അതവിടെ വാങ്ങി വെച്ചു. അപ്പോൾ പിന്നെ ഇനി ചോറ് എന്തായാലും ഇപ്പം വരുമല്ലോ എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഊണ് വന്നു. ഊണിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ പരിപ്പും നെയ്യായിട്ടുള്ള പരിപ്പും നെയ്യാണ് വിളമ്പിയിട്ടുണ്ടായത്. അപ്പോൾ ഊണ് 3 പ്രാവശ്യം നമുക്ക് വിളമ്പുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ. ചില 3ാമത്തെ പ്രാവശ്യം നമുക്ക് വയറിന് സ്ഥലമില്ല. അപ്പോൾ ആദ്യത്തെ തവണ, ഇത് 2ാമത്തെ തവണയിൽ ശരിക്കും പറഞ്ഞാൽ സാമ്പാറാണ് കറി. 3ാമത്തെ തവണയിൽ ശരിക്കും ഓട്ടുമോരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ 3ാമത്തെ വാങ്ങിയില്ല. അപ്പോൾ കറി മാത്രം ജസ്റ്റ് വാങ്ങി നോക്കി. അപ്പോൾ 4 കൂട്ടം പായസം ആയി. ഇനി ശരിക്കും പറഞ്ഞാൽ 4 കൂട്ടം പായസം പപ്പടം കൂട്ടി കഴിക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പപ്പടം അവിടെ വാങ്ങി അവിടെ വെറുതെ വെക്കുകയായിരുന്നു. അവസാനമാണ് ശരിക്കും പറഞ്ഞാൽ തൈര് ഇതിൻ്റെ ശരിക്കും കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാം കഴിച്ചിട്ട് ഞാൻ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതൊരു കൃഷ്ണന് വെച്ച സംഭവമാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്, അനുഭവിച്ചറിയുക.